പ്രവാസി ക്ഷേമനിധി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പ്രവാസി ക്ഷേമനിധി പെൻഷൻ മറ്റുള്ള പെൻഷൻ പോലെ തന്നെ നമുക്ക് അതിനൊരു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതി എന്ന് പറഞ്ഞാൽ മാർച്ച് 31 2026 മാർച്ച് 31 മുമ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്യാത്ത വശം നിങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവാസികൾക്കും ഈ പറഞ്ഞതുപോലെ ഇത് നിലയ്ക്കാൻ സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മുടെ സെൻറ്ററുകളിൽ വരുന്നുണ്ട്. സെൻറ്ററിൽ വന്നതിന് ശേഷം അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ പെൻഷൻ മുടങ്ങി, എന്താണ് കാര്യമെന്ന് അറിയുമ്പോൾ നമ്മളവിടെ നോർക്കായിൽ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. പിന്നീട് ആ ഫോം കൊടുത്ത് കുറേ സമയമെടുക്കും അത് അപ്ഡേറ്റ് ആകാൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങളത് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ ചെല്ലുക. അവിടുന്ന് ഇതിൻ്റെ ഫോം വാങ്ങിച്ച് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് കൃത്യമായിട്ട് അത് അറ്റസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ നോർക്കായുടെ ഓഫീസിലേക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു കൊടുക്കുക. അത് അയച്ചതിന് ശേഷം അതിലെ ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കൺഫേമും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ അതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ. ഇതവിടെ കിട്ടിക്കഴിഞ്ഞ് അവരത് വെരിഫൈ ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ അടുത്ത വർഷം വരെ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് പുതിയതായിട്ട് അപേക്ഷിച്ച ആളുകളും ഇനിയും ഈ പറഞ്ഞതുപോലെ പെൻഷൻ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ മറക്കാതെ ഈ കാര്യം ചെയ്യണം. ഈ കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങും. പെൻഷൻ വൺസ് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ നിലവിൽ പെൻഷൻ കിട്ടുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കളിലേക്കും നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി സംബന്ധമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ SG ചാനലിലുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ കാണാം. അതുപോലെ തന്നെ ഈ പ്രവാസി ക്ഷേമനിധി പെൻഷൻ എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ റിലേറ്റഡ് വീഡിയോയിലോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ കയറിയാൽ ഓരോ ഏജിലും നിങ്ങൾക്ക് എത്രയാണ് പ്രവാസി പെൻഷൻ്റെ തുക കിട്ടുക എന്നുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിപുലമായ വീഡിയോ നിങ്ങൾക്ക് നോക്കുവാൻ സാധിക്കും. അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുവാനായി ഉടൻ തന്നെ നിങ്ങളിത് അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രവാസി ക്ഷേമനിധി പെൻഷനും നോർക്ക റൂട്ട്സിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചില ആളുകൾ ഈ നോർക്കായുടെ ID കാർഡ് എടുത്തു വെച്ചിട്ട് അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും എന്നുള്ള രീതിയാണ്. നോർക്ക ID കാർഡും കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർക്ക ID കാർഡ് ഉള്ളവർക്ക് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് നമുക്കറിയാം ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നോർക്ക ID കാർഡ് ഉള്ളവർക്ക് മാത്രമേ അതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നോർക്ക ID കാർഡ് ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ മറ്റാവശ്യങ്ങൾക്കുമെല്ലാം ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നാട്ടിലുള്ള ആളുകൾ കൂടുതലും എടുക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ പ്രവാസി ക്ഷേമനിധി പദ്ധതി. അപ്പോൾ ഈ പ്രവാസി ക്ഷേമനിധി പദ്ധതിയെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഷെയർ ചെയ്തതേ ഉള്ളൂ. പ്രവാസി ID കാർഡ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ എത്തിയാൽ നിങ്ങൾക്കത് എടുക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോയും നമ്മുടെ SG ചാനലിലുണ്ട്. എന്നാലും അത് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. 3 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് പുതുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഴയ ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് തന്നെ ഈ ID കാർഡ് എടുക്കാൻ സാധിക്കും. അതിന് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, ഈ പറഞ്ഞ പോലെ വിസയുടെ ക്ലിയർ ആയിട്ടുള്ള കോപ്പി, നിങ്ങൾ വിദേശത്ത് 6 മാസമായിട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന അവിടുത്തെ ID കാർഡ് തുടങ്ങിയ എത്രയും രേഖയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രവാസി ID കാർഡ് എടുക്കുവാൻ സാധിക്കും. പ്രവാസി ID കാർഡ് എടുത്താൽ ഇപ്പോൾ നമുക്കറിയാം യുദ്ധവും മറ്റും നടക്കുന്ന സമയത്ത് ഈ ID കാർഡ് ഉണ്ടെങ്കിൽ നോർക്കയുമായിട്ട് ബന്ധപ്പെടാൻ ഏറ്റവും എളുപ്പമായിരിക്കും പ്രവാസി സുഹൃത്തുക്കൾക്ക്. അപ്പോൾ അതും ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡോക്യുമെൻ്റാണ്. പക്ഷേ അതിൽ ആനുകൂല്യങ്ങൾ കൂടുതലും നമുക്ക് ഈ പറഞ്ഞതുപോലെ പ്രവാസി ക്ഷേമനിധി പദ്ധതിയിൽ കൂടിയാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അതിൻ്റെ മുഴുവൻ വീഡിയോയും നമ്മുടെ SG ചാനലിലുണ്ട്. 1-2 ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.